എല്ലാവരെയും ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കമ്മ്യൂണിറ്റിയിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഈ ട്രസ്റ്റിന്റെ വിഷൻ അല്ലെങ്കിൽ കാഴ്ചപ്പാട്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഞാനൊന്ന് വായിച്ചിട്ട് അതിന്റെ മലയാള വേർഷൻ പറയാം. ത്രൂ പ്രോപ്പർ ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ് and convince them the need of money and health in material life and led them to financial freedom and well-being. Through proper learning and training എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും പഠിക്കുന്നുണ്ട്, പല പല വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരും ഉണ്ട്. എന്നാൽ ഇന്ന് നമ്മൾക്ക് വിദ്യാലയങ്ങളിൽ നിന്നോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ കിട്ടുന്ന വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തിലെ ഒരു വ്യക്തിക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയും പരിശീലനത്തിലൂടെയും ആളുകളുടെ മനോഭാവത്തിന് മാറ്റം ഉണ്ടാക്കുക, വ്യക്തികളുടെ. അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ പണത്തിന്റെയും ആരോഗ്യത്തിന്റെയും ആവശ്യകതയും അവരെ ബോധ്യപ്പെടുത്തുക. ഇതിലൂടെ അവരെ നമുക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും നയിക്കാൻ സാധിക്കും. ഒന്നുകൂടെ ഞാൻ വിശദമായിട്ട് പറയാം. പൊതുവെ വ്യക്തികൾ എന്തെങ്കിലും ജനിച്ചു എന്നുള്ള കാരണത്താൽ ജീവിക്കുന്ന പല ആളുകളുണ്ട്. കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ ആണ് പലരും ജീവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് വളരെ പ്രഷ്യസ് ആയിട്ടുള്ള സമയം, അതേപോലെ പണം, സമ്പത്ത്, ഇതിനൊന്നും കൃത്യമായി പ്ലാൻ ചെയ്യാതെയോ നമ്മുടെ സൗകര്യത്തിന് അങ്ങ് പ്രവർത്തിച്ചേക്കുക. അപ്പം ഇതിനെയൊക്കെ നമുക്ക് കൃത്യമായി എങ്ങനെ കൈകാര്യം ചെയ്യാം, സമയത്തെ പണത്തെയും കൈകാര്യം ചെയ്യാൻ തന്നെ സാധിച്ചാൽ അയാളെ ജീവിതത്തിൽ വിജയിച്ചു. അങ്ങനെ ഈ തരത്തിൽ നമുക്ക് ആളുകൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും ആരോഗ്യത്തിലേക്കും, ഇത് രണ്ട് കാര്യങ്ങളും, ഈ ആരോഗ്യമില്ലാത്തതും നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് രണ്ടും അജ്ഞത കൊണ്ടാണ്, അറിവ് കുറവ് കൊണ്ടാണ്, ശരിയായ അറിവ് നമുക്ക് ലഭിക്കാത്തതുകൊണ്ടാണ്. അതിന് ചില വ്യക്തികൾ ശരിയായ അറിവ് നൽകാതിരിക്കാനുള്ള ശ്രമങ്ങളുമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇരിക്കുന്ന വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ള വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ, അത് തുടങ്ങി വെച്ചത് ബ്രിട്ടീഷുകാരാണ്. മെക്കാളെ പ്രഭുവാണ് ഇത് ആരംഭിച്ചത്. അവർക്ക് അവരുടെ നാട്ടിൽ നിന്നും ഇവിടെ ആളുകളെ കൊണ്ടുവന്ന് ഇവിടെ ജോലികൾ ചെയ്യിക്കുന്നതിന് വളരെ വലിയ ചെലവായതുകൊണ്ട് നാട്ടിലുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാരാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ ഇന്ത്യയിൽ ആരംഭിച്ചത്. അതിന് വലിയ മാറ്റമൊന്നുമില്ലാതെയാണ് വർഷങ്ങളായിട്ടും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പഠിക്കുന്ന ആൾക്കാരോട് പറയും, നിങ്ങൾ പഠിച്ച് നീ വലിയ ജോലി സമ്പാദിക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ലക്ഷ്യങ്ങളെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. വെറും ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ പറയുന്നത്, ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആ തൊഴിലുടമയുടെ അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിന്റെ ഒരു പണിക്കാരനാണ്. അയാളുടെ മേളിൽ ധാരാളം ആളുകളുണ്ട്. അപ്പൊ എന്നും ഒരു പണിക്കാരനായി നിൽക്കാൻ ആണ് പലരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ പണിക്കാരനും ഉദ്യോഗസ്ഥനും ആക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ശരിയായ വിദ്യാഭ്യാസം എന്ന് സൂചിപ്പിച്ചത്. അങ്ങനെ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി, ടു അച്ചീവ് ദ ഗോൾ, various schemes will be set up in each 9 of divisions, each with its own experts in the field and a special board of directors and officials appointed to dominate the entire sector of the society. അപ്പം നമ്മുടെ ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിൽ നിന്ന് ആളുകൾക്ക് പ്രയോജനം കിട്ടത്തക്ക തരത്തിൽ നമുക്ക് 9 ഡിവിഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ട്രസ്റ്റിന്. ആ 9 ഡിവിഷനും
ഓരോരോ പ്രത്യേകം ആ മേഖലയിലെ എക്സ്പേർട്ടുകൾ അതിലുണ്ടാവും. അതേപോലെ തന്നെ ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അതിനുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അങ്ങനെ 9 ഡിവിഷനുകൾ രൂപീകരിച്ചുകൊണ്ടാണ് വ്യത്യസ്ത പദ്ധതികൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഇനി 9 ഡിവിഷൻസിനെ കുറിച്ച് പറഞ്ഞ ഡിവിഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലേണിംഗ് ആൻഡ് ട്രെയിനിങ്, ഫിനാൻസ് ആൻഡ് ബാങ്കിങ്, ഹെൽത്ത് ആൻഡ് ഹീലിംഗ്, അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, പ്രോസസ്സിംഗ് ആൻഡ് പ്രൊഡക്ഷൻ, സർവീസ് സെക്ടർ, സോഷ്യൽ ആക്ടിവിറ്റീസ്, മീഡിയ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗവൺമെന്റിന്റെ തന്നെ മറ്റൊരു രൂപമാണ്. ഇത് ഓരോരോ വകുപ്പാന്ന് വിചാരിച്ചാൽ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ്, രണ്ടാമത്തെ ധനകാര്യ വകുപ്പ്, അടുത്ത ആരോഗ്യ വകുപ്പ്, മറ്റേത് കൃഷി, അടുത്തത് വ്യവസായം. ആ പിന്നെ മറ്റേത് സർവീസ് സെക്ടർ, സോഷ്യൽ ആക്ടിവിറ്റീസ്, മീഡിയ. ഇങ്ങനെ എല്ലാ മേഖലകളും ആകുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ എല്ലാ ഏരിയയിലും നമ്മുടേതായ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ഈ പറയുന്ന വിദ്യാഭ്യാസ രീതി, നമ്മുടേതായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർട്സ് സക്സസ് അക്കാഡമി എന്ന് പറഞ്ഞ ഡിജിറ്റൽ അക്കാഡമി ഉണ്ടാവും. അതേപോലെ തന്നെ പ്രീ സ്കൂൾസും സ്കൂളുകളും കോളേജുകളും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാ സ്ഥാപനങ്ങളും നമ്മുടേതായിട്ടുള്ള വരും. അതായത് നമുക്ക് നമ്മുടേതായ വിദ്യാഭ്യാസവും നമ്മുടേതായ ശൈലിയും പഠിപ്പിക്കുന്നതിനുള്ള സ്ഥാപനം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അതിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ബാങ്കിങ് സംവിധാനങ്ങളുണ്ടാവും. ഇതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നമ്മൾ ഇതിനകത്തേക്ക് വരുന്ന ആളുകളുടെ അംഗങ്ങളുടെ വരിസംഖ്യയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഇതിൻ്റെ പകുതിയും പോകുന്നത് നമ്മുടെ ഈ ബാങ്കിങ് സെക്ടറിലേക്കായിരിക്കും. ഈ ബാങ്കിൽ നിന്നാണ് പിന്നീട് നമ്മൾ മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും പണമെടുക്കുന്നത്. ഹെൽത്ത് ആൻഡ് ഹീലിംഗ്, ആരോഗ്യത്തിന് ആണ് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. അതിന് എല്ലാ വില്ലേജുകൾ തോറും നമുക്ക് വില്ലേജ് ഹീലിംഗ് സെന്റേഴ്സ് നമ്മൾ തുറക്കും. അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജുകളും ഒക്കെ നമ്മുടേതായ രീതിയിൽ വരികയും ചെയ്യും. അഗ്രികൾച്ചർ ആൻഡ് ഫാമിംഗ്, അഗ്രികൾച്ചറിന് നമ്മൾ പ്രധാനമായും നാച്ചുറൽ ഫാമിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ പ്രകൃതി കൃഷി ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഓരോ കർഷകരുടേതായ ഗ്രൂപ്പ്സ് നമ്മൾ ഉണ്ടാക്കും. അതിന് ഫാർമേഴ്സ് ഫോറംസ് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ വലിയ തലത്തിൽ നമ്മുടേതായിട്ടുള്ള എസ്റ്റേറ്റുകളും കാര്യങ്ങളും ഒക്കെ കർണാടക, തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ കേരളത്തിലെ ഇടുക്കിയിലും വയനാട്ടിലും പാലക്കാടും ഒക്കെ നമ്മൾ അത്തരം സംവിധാനങ്ങളിലേക്ക് വരും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്, നമ്മൾ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതിക്ക് അനുഗുണമായിട്ടുള്ള സംവിധാനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ രീതിയിലുള്ള, ഇപ്പം നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പല കാര്യങ്ങളും പണ്ടത്തെ കാലത്ത് നമ്മൾ ചെയ്തിട്ടില്ല. തഴ കൊണ്ട് പായ ഉണ്ടാക്കുക, പുല്ല് കൊണ്ട് പായ ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അതുപോലെ ബാഗ്സ് ഉപയോഗിക്കുക. ഇപ്പോൾ തമിഴ്നാട്ടിൽ ആണോ ഏതോ ഒരു സ്റ്റേറ്റില് നമ്മുടെ വാഴ നാര് കൊണ്ട് ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അതേപോലെ തന്നെ സർവീസ് സെക്ടർ, സേവന മേഖല, ഹോട്ടൽസ്, കിച്ചൺസ്, ഗതാഗത സംവിധാനങ്ങൾ, ഷോപ്പുകൾ, മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഇതെല്ലാം നമ്മുടേതായ രീതിയിൽ വരും. ഇതൊന്നും ഉടനെ വരുന്ന കാര്യങ്ങളല്ല, ഇത് നമുക്ക് കാലക്രമേണ നമ്മൾ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ സോഷ്യൽ വർക്കുകളുണ്ട്, ബോധവൽക്കരണ പ്രവർത്തനങ്ങളുണ്ട്. പിന്നീട് നമുക്ക് മീഡിയയിൽ ഇപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയാണ്. നമ്മൾ മറ്റുള്ള മീഡിയാസൊക്കെ ഇപ്പം അത്ര വലിയ പ്രാധാന്യമില്ല. ഇതിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് പ്രസിഡന്റ്, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ഇതാണ് നമ്മുടെ ഏറ്റവും ഇതിൻ്റെ പരമോന്നത സമിതി. അപ്പോൾ ഈ പ്രസിഡന്റും പരമോന്നത സമിതിയും ചേർന്നെടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നയങ്ങൾ, പോളിസികൾ ഒക്കെ നമ്മുടെ സോണൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സംസ്ഥാനത്തിൻ്റെ അത്രയും വലിപ്പത്തിൽ വരും.
അതിന് താഴെ ഡിവിഷണൽ കമ്മിറ്റികൾ, അത് ഏകദേശം ജില്ല അടിസ്ഥാനത്തിൽ വരും. ആ സബ് ഡിവിഷണൽ കമ്മിറ്റികൾ ഏകദേശം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതിൽ വരും. അതുപോലെ റൂറൽ ആൻഡ് അർബൻ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ കമ്മിറ്റികളാണ്. അതിന്റെ എല്ലാം വാർഡ് തലത്തിലുള്ള കമ്മിറ്റി വരും, അതായിരിക്കും യൂണിറ്റ് കമ്മിറ്റി. അപ്പൊ ഇതിനകത്ത് ചേരുന്ന ആളുകളെല്ലാം വാളണ്ടിയേഴ്സ് ആയിരിക്കും. നമുക്ക് ട്രെയിൻഡ് വാളണ്ടിയേഴ്സും അല്ലാത്ത വാളണ്ടിയേഴ്സും ഉണ്ടാവും. കാര്യം നമുക്ക് ദുരന്തങ്ങളും അതുപോലെ അപകടങ്ങളൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് വാളണ്ടിയേഴ്സും ഉണ്ടാവും. അല്ലാത്തവരെല്ലാവരും ഇതിന്റെ വാളണ്ടിയേഴ്സ് തന്നെയാണ്. നമ്മൾ ഏത് സമയവും ആളുകളെ സഹായിക്കാനും ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ തൽപരരാണ്. ഇനി ഇതിന്റെ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്, ഇതിനൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്ററുടെ അണ്ടറിൽ സോണൽ കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെ ഡിവിഷണൽ കോർഡിനേറ്റേഴ്സും സബ് ഡിവിഷണൽ കോർഡിനേറ്റേഴ്സ്, റൂറൽ ആൻഡ് അർബൻ കോർഡിനേറ്റേഴ്സ്, യൂണിറ്റ് കോർഡിനേറ്റേഴ്സ്, ഇത്രയും ആളുകൾ ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഈ 2024 ജൂൺ മാസം 5-ാം തീയതി, എല്ലാ വർഷവും ജൂൺ മാസം 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നതാണ്. ആ പരിസ്ഥിതി ഇത്തവണ നമ്മുടെ പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് പറയാൻ ഉള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പിൽ ഇട്ടു തന്നിരുന്നു. അപ്പോ ഇത്തവണ എല്ലാ വർഷവും ഈ പരിസ്ഥിതി ദിനം ആചരിക്കുമ്പോൾ ഓരോ വർഷവും ഓരോ തീം ഉണ്ടാവും, ഓരോ ആശയങ്ങളാണ് ഓരോ വർഷവും പ്രചരിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിനും ഏറ്റവും പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളും മറ്റ് കാര്യങ്ങളുമാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മൾ നൽകുന്നത്. ഇത്തവണ നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ ഈ വർഷത്തെ 2024 പ്രമേയം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി, നമ്മുടെ ഭാവി, നമ്മുടെ തലമുറയുടെ പുനരുദ്ധാരണം, അവർ ലാൻഡ്, അവർ ഫ്യൂച്ചർ, ലാൻഡ് റീസ്റ്റോറേഷൻ എന്നാണ് ഇത്തവണത്തെ നമ്മുടെ 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഇതിന്റെ പ്രചാരണ പരിപാടികൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണ സൗദി അറേബ്യയിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. 2024 ഡിസംബർ 2 മുതൽ ഡിസംബർ 13 നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ വരൾച്ച നിരോധന കൺവെൻഷൻ ഇവിടെ വെച്ചാണ്, സൗദി അറേബ്യയിൽ വെച്ചാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലോക പരിസ്ഥിതി ദിനത്തിൽ എന്താണ് നമ്മുടെ പല പല കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. സാധാരണ എല്ലാവരും പരിസ്ഥിതി ദിനത്തിന് ഒരു മരം നടും. അതിനെ പിന്നീട് ഒരാഴ്ചയോ 2 ആഴ്ചയോ പോലും അതിനെ സംരക്ഷിക്കാൻ ആരുമില്ലാതെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഓരോ മരം നടുക. ഇവർക്ക് ആ ഒരു ദിവസം ആചരിച്ചെന്ന് കാണാൻ വേണ്ടി കുറച്ച് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുക എന്നുള്ള മാത്രമേ ലക്ഷ്യമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിജയപുരം പഞ്ചായത്തിന്റെ, നമ്മുടെ ഈ ട്രസ്റ്റിന്റെ ആസ്ഥാനം കോട്ടയം ജില്ലയുടെ കോട്ടയം പട്ടണത്തിന്റെ തൊട്ട് ചേർന്ന് കിടക്കുന്ന കിഴക്കേ ഭാഗത്തുള്ള വിജയപുരം പഞ്ചായത്തിലാണ് നമ്മുടെ ഈ ട്രസ്റ്റിന്റെ ആസ്ഥാനം. ഈ വിജയപുരം പഞ്ചായത്തിന്റെ 18 വാർഡുകളിലും പിന്നെ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് തയ്യാറുള്ള സ്ഥലങ്ങൾ, ഇന്നിപ്പോൾ തന്നെ നമ്മളോട് കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങളും ഇനി ആരാണ് കൂടുതൽ തരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇനിയും കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നമ്മൾ കൃഷികൾ ആരംഭിക്കുകയാണ്. കൃഷി എന്ന് പറയുന്നത് പ്രകൃതി കൃഷിയാണ്. ഇതിന്റെ ഉദ്ഘാടനം നമ്മൾ ഈ ജൂൺ മാസം 5-ാം തീയതി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ട്രസ്റ്റിന്റെ ഓഫീസ്, നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് വേണം. അഡ്മിനിസ്ട്രേഷന്റെ ഓഫീസും നമ്മൾ ഈ ജൂൺ 5-ന് തന്നെ നടത്താനാണ് ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയുള്ള സമയങ്ങൾ വളരെ ഏറ്റവും അത്യാവശ്യം നമ്മുടെ ട്രസ്റ്റിലേക്ക് ഇപ്പം നമ്മുടെ ഗ്രൂപ്പിനകത്ത് ധാരാളം ആളുകൾ ഉണ്ട്. അതേപോലെ ഇനി ഇതിനകത്ത് ജോയിൻ ചെയ്യാനും പല ആളുകളുമുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് ജോയിൻ ചെയ്യാനുള്ള ആളുകളെ എത്രയും വേഗം ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. എന്നിട്ട് നമുക്ക് കൃത്യമായ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഇനി അടുത്ത ദിവസം മുതൽ നിങ്ങൾ ഈ ഇപ്പം ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈം വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിന് വന്ന് ചിലപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടുന്നതിനോ മറ്റ് ചില അസൗകര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസം മുതൽ തന്നെ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വീഡിയോസും പോസ്റ്റുകളും എല്ലാം പോസ്റ്റ് ചെയ്ത് തുടങ്ങും. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇനി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ആളുകളെ ചേർക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചിട്ട് ഞാൻ ആ മെമ്പർഷിപ്പിന്റെ കാര്യങ്ങളിലേക്ക് വരാം. നമുക്ക് ഈ ഇതിലേക്ക് വരുന്ന ആളുകൾക്ക്, നമ്മുടെ ട്രസ്റ്റിന്റെ മെമ്പേഴ്സായിട്ട് വരുന്ന ആളുകൾക്ക് നമുക്കൊരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് നമുക്ക് നടത്തേണ്ടതുണ്ട്. അതായത് നമുക്ക് ഒരു ബുദ്ധിയാണ് ഉണ്ടെന്നാണ് നമ്മൾ പൊതുവെ ലോകം ചിന്തിച്ചിരുന്നത്. എന്നാൽ നമുക്ക് 9 ബുദ്ധി ഉണ്ടെന്ന് ഹോവാർഡ് ഗാർണർ എന്ന് പറയുന്ന അമേരിക്കൻ ഡെവലപ്മെന്റ് സൈക്കോളജിസ്റ്റ് കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള ബുക്കിലെ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ാണ് ഈ പറയുന്ന 9 ബുദ്ധികൾ നമുക്ക് ഉണ്ടെന്ന് പറയുന്നത്. അത് 1983 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ഈ പറയുന്ന 9 മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മലയാളികളായ NM ഹുസൈൻ, പോൾ മാളിയേക്കൽ എന്നിവർ ചേർന്ന് നമ്മുടെ ആ ഒരു ഓൺലൈനിലൂടെ നമുക്ക് അത് പരിശോധിക്കാൻ, എത്രത്തോളമാണ് നമ്മുടെ ഓരോ ബുദ്ധിയും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട്. അതിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസിനകത്ത് പറയുന്നത് ആദ്യത്തെ ഇന്റലിജൻസ് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ആണ്, ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയാണ്. അത് നമുക്ക് നല്ല രീതിയിൽ ആളുകളുമായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. അതുപോലെ തന്നെ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്, ഇത് നമുക്ക് ലോജിക്കലായിട്ടുള്ള കഴിവുകളും ഗണിതപരമായിട്ടുള്ള കഴിവുകളുമാണ്. അപ്പോൾ അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇന്റലിജൻസ്, വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ ബോഡിലി ആൻഡ് കൈനസ്റ്റിക് ഇന്റലിജൻസ്, ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ്, നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇത് പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഓരോരോ ഇന്റലിജൻസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ്, നമുക്ക് ഏത് മേഖലയിലായിരിക്കും നമുക്ക് നല്ല തൊഴിൽ സാധ്യതയുള്ളത്, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഏത് വിദ്യാഭ്യാസ മേഖലയിലേക്കാണ് പോകുന്നതൊക്കെ നമുക്ക് ഈ ഒരു ഇതിലൂടെ നമുക്ക് ഈ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു ടെസ്റ്റിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ 90% ആളുകളും അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രൊഫഷനിലാണ് ജോലി ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരം ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ്. അവർക്ക് ഏത് മേഖലയിലാണ് സ്കില്ലുള്ളത്, നമുക്ക് സ്കില്ലുള്ള മേഖലയിൽ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതൊരു പാഷനായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോലിയായിട്ടോ ഒരു കഷ്ടപ്പാടായിട്ടോ തോന്നുകയില്ല. എന്നാൽ ഇത് ജോലിയാകുന്നതും കഷ്ടപ്പാടാകുന്നതും നമുക്ക് താല്പര്യമില്ലാത്തതും നമുക്ക് സ്കില്ലില്ലാത്ത മേഖലയാകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ഇതില് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് അവരെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ അവർക്ക് ഒരു ബിസിനസ്സുകാരനാകാനും, അതേപോലെ തന്നെ ഒരു എഴുത്തുകാരനാകാനും, ഒരു തെറാപ്പിസ്റ്റ് ആകാനും, ഒരു സോഷ്യൽ വർക്കർ ആകാനും ഒക്കെയുള്ള കഴിവുണ്ട് ഒരു ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ഉള്ള ആൾ. എന്നാൽ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആൾക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു ജേർണലിസ്റ്റ് ആകാം, ഒരു സ്പീക്കർ ആകാം, ഒരു ലോയർ ആകാം, ഒരു എഴുത്തുകാരനാകാം. അതുപോലെ തന്നെ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക്
കാര്യങ്ങളെ വളരെ ഗഹനമായ രീതിയിൽ കാണാനും അതേപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യാനും ഒക്കെയുള്ള കഴിവുണ്ടാവും. അക്കൗണ്ടന്റുകളാണ്, അല്ലെങ്കിൽ എഞ്ചിനീയർമാരായിട്ടും അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ടും മതമാറ്റീഷ്യനായിട്ടും ഒക്കെ നമുക്ക് ഈ പറയുന്ന ഞാൻ എൻ്റെ ഫോണിലാണ് ഞാനിത് ചെയ്യുന്നത്. അതിനെനിക്ക് ഒരു അലാം കയറി വന്നോണ്ടാണ്. അപ്പോ ഇനി നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഒരു സയന്റിസ്റ്റ് ആകുവാനും അല്ലെങ്കിൽ പ്രകൃതി യുമായിട്ട് ബന്ധപ്പെടാനും ബൊട്ടാണിസ്റ്റ് ആകാനും ഫാർമർ ആകാനും ജീവികളെ വളർത്താനും ഒക്കെയുള്ള കഴിവാണ് നാച്ചുറലിസ്റ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽക്കാനുള്ള കഴിവ് കൂടുതലായിരിക്കും. സ്പിരിച്വൽ ഓർ റിലീജിയസ് ലീഡേഴ്സ് ആകാനും ഫിലോസഫേഴ്സ് ആകാനും ഒക്കെ ഇവർക്ക് പറ്റും. അതേപോലെ തന്നെ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ആകാനും അതേപോലെ തന്നെ ആർക്കിടെക്ചർ ആകാനും ഡിസൈനർ ആകാനും എഞ്ചിനീയർ ആകാനും ഫോട്ടോഗ്രാഫർ ആകാനും ഈ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ളവർക്ക് സാധിക്കും. മ്യൂസിക്കൽ ആൻഡ് റിതമിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അവർക്ക് മ്യൂസീഷ്യൻ ആകാനും സോങ് റൈറ്റർ ആകാനും കമ്പോസർ ആകാനും മ്യൂസിക് ടീച്ചർ ആകാനും ഒക്കെ സാധിക്കും. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതർ പേഴ്സൺ. മറ്റേത് ആദ്യം പറഞ്ഞ ഇൻട്രാപേഴ്സൺ ആണ്, അത് അവർക്ക് അവരെ സ്വയം അറിയുക എന്നുള്ളതാണ്. ഇത് മറ്റുള്ളവരെ തിരിച്ചറിയുക. ഇത് ലീഡേഴ്സ് ആയിട്ട് നിൽക്കാനും നേഴ്സായിട്ടും അതേപോലെ തന്നെ സെയിൽസ് പേഴ്സണായിട്ടും തെറാപ്പിസ്റ്റായിട്ടും ഒക്കെ പൊളിറ്റീഷ്യനായിട്ടും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് ഈ പറയുന്ന ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് അവർക്ക് സാധിക്കും. ബോഡിലി ഓർ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് അവരൊരു ഡാൻസറോ അല്ലെങ്കിൽ ആക്ടറോ ഫിസിക്കൽ തെറാപ്പിസ്റ്റോ ഒക്കെ ആകാനായിട്ട് അവർക്ക് സാധിക്കും. ഇതാണ് തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ പറയുന്ന 9 തരം ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധി എത്രത്തോളം ഉണ്ട്, ഓരോരുത്തർക്കും ഏത് കഴിവാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന മേഖലയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. ഇനി ഇപ്പോൾ ബിസിനസ് സംബന്ധമായി നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പല സ്കില്ലുകളും അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം സ്കില്ലുകൾ നമ്മൾ നേടിയെടുക്കുന്നതിന്, അത് ഡെവലപ്പ് ആകുന്നതിന് വേണ്ടിയുള്ള സംവിധാനം. എന്തെങ്കിലും കുറച്ച് സ്കില്ലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, ഒട്ടുമില്ലാത്തതിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുട്ടികൾക്കും കാൻഡിഡേറ്റ്സിനും മുതിർന്നവർക്കും ഒക്കെ പറയാനാണ്. അതായത് പഠിക്കുന്നവർക്കും ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്കും അതേപോലെ മുതിർന്നവർക്കും എല്ലാം ഈ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുണ്ട്. അപ്പോൾ ഇത് മാക്സിമം ആളുകളിലേക്ക് കൊടുക്കുക. ഇത് ഓൺലൈനായി ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ടെസ്റ്റ് ചെയ്യുകയും ടെസ്റ്റിൻ്റെ റിസൾട്ട് PDF ആയിട്ട് കിട്ടുകയും ഇതുപോലെ തന്നെ പല ചാർട്ടുകളായിട്ടും ഗ്രാഫുകളൊക്കെ ആയിട്ടും പല രീതിയിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ടെസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള ആളുകൾ അതിനെ നമ്മുടെ റിസൾട്ടിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ മേഖലയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്നൊക്കെയുള്ള ഓഡിയോ ക്ലിപ്പുകളും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ഒരാൾക്ക് ടെസ്റ്റ് ചെയ്തതിന് 1000 രൂപയാണ്. ഇത് എൻ്റെ മോളൊക്കെ ചെയ്ത സമയത്ത് 3000-4000 രൂപ കൊടുത്താണ് അവരൊക്കെ ടെസ്റ്റ് ചെയ്തത്. പലരും വലിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്ക് 1000 രൂപയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇത് ടെസ്റ്റ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സ്പോൺസർഷിപ്പിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒരു നിശ്ചിത സംഖ്യ കമ്മീഷൻ ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് സ്പോൺസേഴ്സിനെ ആരാന്ന് നോക്കണം. ഒരു സ്പോൺസർ മുഖാന്തരമായിരിക്കും ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് അവർക്ക് ഇതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കും. അവർ ആ ലിങ്കിൽ കയറി അവർക്ക് ടെസ്റ്റ് ചെയ്യാം. മലയാളത്തിലും ഇംഗ്ലീഷിലും അവർ ക്വസ്റ്റ്യൻസ് ലഭിക്കും. ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല കൃത്യമായിട്ടുള്ള ഉത്തരം തന്നെ വരും. ഇതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ്